ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഡോറ് വരയ്ക്കാം. ജസ്റ്റ് ആഡ് ചെയ്യാം. അവിടെ പ്രസ് ചെയ്തിട്ട് രണ്ട് 10,90 എൻ്റർ. ഓക്കെ, then T പ്രസ് ചെയ്തിട്ട് പുഷ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് ഒരു ഡമ്മി ജസ്റ്റ് ഒരു ഡോർ വരയ്ക്കണം. ആറ് പ്രസ് ചെയ്ത് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം. then ഗ്രൂപ്പ് ചെയ്ത് പുഷ് ചെയ്യാം 5 cm. ഓക്കെ, then F പ്രസ് ചെയ്തിട്ട് 5 എൻ്റർ. ജസ്റ്റ് ഉള്ളിലോട്ട് 1 cm പുഷ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് മൂവ് ചെയ്തൊക്കെ കുറച്ചുകൂടെ 5 cm മൂവ് ചെയ്യാം. സീനെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് റെൻഡർ ചെയ്യാൻ ഇങ്ങനെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. ഞാൻ സിമ്പിളായിട്ട് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത് ഇവിടുത്തെ സ്കേർട്ടിങ് ഒക്കെ പോയിട്ടു കാരണം നമ്മളെ വീഡിയോ കൂട്ടിയതല്ലേ. ജസ്റ്റ് ആഡ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് എത്ര മൂവ് ചെയ്യണം നോക്കാം. കെ പ്രസ് ചെയ്യാം. ശേഷം ലൈന് 4 cm 5 cm മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒരു ഫേസ് സെലക്ട് ചെയ്ത് എം പ്രസ് ചെയ്ത് ജസ്റ്റ് മൂവ് ചെയ്യാം 5 cm എൻ്റർ. അതുപോലെ തന്നെ ഈ സൈഡും ജസ്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യണം 5 cm എൻ്റർ. ഓക്കെ, then again in this side also സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാം 5 cm. അതുപോലെ തന്നെ ഈ സൈഡും എം പ്രസ് ചെയ്ത് മൂവ് ചെയ്യാം 5 cm എൻ്റർ. ഓക്കെ, then കെ പ്രസ് ചെയ്യാം. പക്ഷേ പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. മെറ്റീരിയൽ അപ്ലൈ ജസ്റ്റ് റൈസ് ചെയ്യാം. ഓക്കെ, ഞാൻ മെറ്റീരിയൽ ടൂൾ സെലക്ട് ചെയ്ത് ഫേസ് ഡീസെലക്ട് ചെയ്ത് വിൻഡോ ഡീസെലക്ട് ചെയ്യാണ്. അതുപോലെ ഒരു ഹാൻഡ് ഫ്രെയിം ഡോർസ് എന്നുവെച്ചാൽ ഞാൻ കളർ കളറായിട്ടുണ്ട്. അതിനുശേഷം എഡിറ്റിൽ പോയിട്ട് 255 തന്നെ അപ്പോൾ വൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ടൈൽസിൽ ഞാനൊരു വേറൊരു കളർ നൽകുകയാണ്. ഓക്കെ, ഫ്ലോറിങ് ഈ സ്റ്റോൺ ഡിസൈനിന് ഒരു ഫേസിന് ഞാൻ മറ്റൊരു കളർ നൽകുകയാണ്. ഇഷ്ടമായിട്ടുള്ള കളർ നൽകുക. നമ്മളിനി ലൂമിയാണ് പോയിട്ടാണ് ഇത് മെറ്റീരിയൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് കളർ മാറ്റുന്നത്. അതിൻ്റെ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾറെഡി ആ വൈറ്റ് കളർ അപ്ലൈ ഉണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഡിസൈൻ 1. ഓക്കെ, അത് വൈറ്റ് തന്നെ ആയിക്കോട്ടെ, അതായിരിക്കും കറക്റ്റ്. ഇവിടെ ഞാൻ ഗ്രേ കളർ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ബി പ്രസ് ചെയ്യുക, പ്രസ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു ഫേസിന് നമുക്ക് സ്റ്റോണിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത് വേറെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കണം. നമുക്ക് ആ സമയത്ത് മാറ്റിയാലും മതി. കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ലൈവിലാണല്ലോ നമ്മൾ ചെയ്യുക. ഇനി അഥവാ ലൈവ് അല്ലാതെ ചെയ്യണവരാണെങ്കിൽ ഒക്കെ സെപ്പറേറ്റ് കളറാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ കളർ മാറ്റുന്നെങ്കിൽ ഈ ഒരു അപ്ലൈ ചെയ്തതിനു ശേഷം അതെന്നെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന് ഈ ഷോവാളിന് നമുക്ക് ഒരു കളർ നൽകുക. ഇവിടെ ഒരു കളർ മാർക്ക് ചെയ്ത് കൊടുക്കുക.
പ്രസ് ചെയ്യുക. ഓക്കെ, മെയിൻ സ്ലാബിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, കളർ നോക്കിയാണ് സേവ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിലും ഡബിൾ ക്ലിക്ക് ചെയ്ത് ബി പ്രസ് ചെയ്ത് ബ്രഷ് ചെയ്യുക. എഡിറ്റ് വേണമെങ്കിൽ നമുക്ക് വേറൊരു കളർ നൽകുക. ഡബിൾ ക്ലിക്ക് ചെയ്തു 07. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് നമുക്ക് കളറിന് ഫിൽ ചെയ്യും. ഈ എഡ്ജ് പ്രസ് ചെയ്യണം. ഇത് അലുമിനിയത്തിൻ്റെ ട്യൂബാണ്, അലുമിനിയം സ്റ്റീൽ. ഓക്കെ, അത് നമുക്കൊരു കളർ കൊടുക്കാം. ഓക്കെ, സംശയത്തിൻ്റെ ഈ ഒരു അടിച്ചൊക്കെ നമുക്ക് സെയിം ഈ ഒരു കളറിനെ കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് കമ്പോണൻ്റ് ആയതുകൊണ്ട് കണ്ടോ നമ്മൾ എല്ലായിടത്തും മാർക്കാവുന്നതായിരിക്കും. ഇത് ബ്രഷ് ചെയ്യുക, സെയിം ചേഞ്ച്. ഓക്കെ, എല്ലായിടത്തും കളർ മാറിയിട്ടുണ്ട്. ഇതിന് ശേഷം ഈ ഒരു സ്റ്റോണും സെയിം എന്ന് കൊടുക്കുക. ഇത് മാച്ച് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് മാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിൽ റൂഫിൻ്റെ കളർ കൊടുത്താലും മതി, പിന്നീട് നമുക്ക് റൂഫ് ചെയ്താലും മതി. റൂഫിന് കൊടുക്കണം. കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ മാറിയിട്ടുണ്ടാവും കമ്പോണൻ്റ് ആയതുകൊണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വിൻഡോ കളർ കൊടുക്കാം. വിൻഡോയിൽ ഞാൻ ഒരു ഫേസ് ഒക്കെ ഡയറക്ഷനൊക്കെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ ലൈന് ക്ലോസ് ചെയ്തിട്ട് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യാം. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ രൂപത്തിലൊക്കെ ചെയ്യട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഈ വുഡിൽ ചെയ്ത് മാച്ച് ചെയ്യാം, ബ്രഷ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ചെയ്യാം, ബി പ്രസ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യാം. ഓക്കെ, സെയിം ബ്രഷ് ചെയ്യണം. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാം. ഓക്കെ, അകത്തുള്ള വേറൊരു വുഡിൻ്റെ ഡിസൈൻ കൊടുക്കാം. തന്നെ ബ്രഷ് ചെയ്യാം. ഓക്കെ, അകത്തുള്ള ഗ്ലാസ് ആണ്. ഗ്ലാസ് നമ്മൾ സെലക്ട് ചെയ്ത് ഗ്ലാസ്. ഓക്കെ, ഈ ഒരു ഫേസും അതുപോലെ തന്നെ സെലക്ട് ചെയ്ത് ഗ്ലാസ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു എഡിറ്റിങ് തന്നെ നമ്മൾ കമ്പോണൻ്റ് ചെയ്തുകൊണ്ട് എല്ലായിടത്തും മാറിയിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത നമ്മൾ ഡോറ് അതുപോലെ തന്നെ ഫ്രെയിം ഇപ്പം തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിം അതേ കളർ തന്നെ കൊടുക്കണം. പാനല് ഷട്ടർ നമുക്ക് കളറാക്കുക. അതേപോലെയാണ് അങ്ങനെയുണ്ട്. ഈ റൂട്ടിൻ്റെ ഡിസൈൻ കൊടുക്കും. റൂട്ടിനത് അതിനുശേഷം എടുത്തിട്ട് വോട്ടർ കൊടുക്കും. ഒക്കെ മാച്ച് ചെയ്യണം. ഇത് നമ്മൾ കൺട്രോൾ സെറ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ബോർഡർ മാത്രം വുഡ് കൊടുക്കണം. അതുപോലെ തന്നെ അതിൽ ഈ ഒരു ബോർഡർ വുഡ് കൊടുക്കണം. മാച്ച് ചെയ്തിട്ട് ഇത് കൊടുക്കണം.
നമുക്ക് കൊടുക്കേണ്ട സൈൻഡസ്റ്റിൻ്റെ സ്ലിപ്പാണ്. അതുപോലെ ആൻഡ്രോയിഡും സൈൻഡസ്റ്റിൻ്റെ എഫക്റ്റ് കൊടുക്കേണ്ടത്. അതിൽ മെറ്റലിൽ നമുക്കൊരു സൈൻഡസ് ബ്രഷ് ചെയ്യാം. അതുപോലെ തന്നെ അതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിലും ബ്രഷ് ചെയ്യും. അതുപോലെ തന്നെ ഇത് വുഡാണ്. വുഡ് മാച്ച് കൊടുത്തിട്ട് ഇതും കൊടുക്കാം. ഓക്കെ, ഡോറിൻ്റെ മെറ്റീരിയൽ അപ്ലൈ ഉണ്ട്. ഇനിയിപ്പോൾ എന്താ കാര്യമായിട്ട് ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ട് ഇപ്പോൾ നമുക്ക് ലൈറ്റിങ് കൊടുക്കാം. ലൈറ്റിങ് അതിന് വേണ്ടിയിട്ട് അതിന് മുന്നേ എന്തെങ്കിലും ഔട്ടില്ല ഇത് വിട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റെയർ കേസിൻ്റെ ഡോറാണ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിൽ ഇതേ ഫ്ലോർ എന്നല്ല മാച്ച് ചെയ്യുക. സോറി, മതി. ഫ്രഷ് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് ഓക്കെ. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഇത് വിട്ടിട്ട് കമ്പോണൻ്റ് ആയതുകൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം സെലക്ട് ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വുഡിൽ എഫക്റ്റ് കൊടുക്കാം. വുഡിൽ വുഡിൻ്റെ കളർ കൊടുക്കാം. നമുക്ക് അതിൻ്റെ റൂമൊന്ന് മാറ്റാം. പതിവായിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് ലൈറ്റ് കൊടുക്കാം. ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ വിൻഡോ കൊടുക്കാനുണ്ട്. കോപ്പി ചെയ്തിട്ട് സ്കെയിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ പ്രസ് ചെയ്ത് കണ്ടു പ്രസ് ചെയ്ത് കോപ്പി അതിൻ്റെ ഇത് പോകും. ആണെങ്കിൽ സോറി, ഇതിൽ നമ്മൾ ഷട്ടർ മാത്രമേ പെയിൻറ്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഇനി ഫ്രെയിം കൊടുക്കാണ്ട് ഫ്രെയിമിൽ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ ഡാർക്ക് കൊടുക്കാം. ഡാർക്ക് ഈ ഒരു ഡാർക്ക് കൊടുക്കും. മാച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയത്. അതുപോലെ തന്നെ അകത്ത് സ്റ്റീലിലും അതുപോലെ ചെയ്യണം. കൺട്രോൾ വെച്ച് ഗ്രില്ലില്ല ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്തതിന് ശേഷം മെറ്റലിൽ അയണോ നമ്മൾ അവിടുന്ന് കളറ് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഇതിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. സീന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് കൊടുക്കാനുള്ള എന്താ ലൈറ്റിങ് കൊടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സർക്കിളൊരു 4 സെൻറ്റിമീറ്റർ ആംഗിൾ ലുക്ക് ചെയ്ത് നോട്ടിക്ക് പ്രസ് ചെയ്തിട്ട് ഒരു 15 സെൻറ്റിമീറ്റർ അതിനകത്ത് പ്രസ് ചെയ്തിട്ട് കുറച്ച് അകത്തോട്ട് 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് കുറച്ച് അകത്തോട്ട് കൊടുക്കണം. 1.5 എന്നുള്ള 1.7. അതുപോലെ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഉള്ളോട്ട് വയ്ക്കാം. ഉള്ളോട്ട് അതിൻ്റെ ഒരു ഡയറക്ഷനിൽ വയ്ക്കാം. ഈ ഫേസ് നമുക്ക് ഐഡ് ചെയ്യാം. വെച്ച് അതുപോലെ തന്നെ ഈ ഫേസ് ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്യാം. 1 സെൻറ്റി ബ്രഷ് ചെയ്യാം. 0.7 സെൻറ്റി. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു റെക്റ്റാങ്കിൾ ഒരു 4/4 എന്നിട്ട് ഗ്രൂപ്പ് ചെയ്യാം. കൺട്രോൾ C ക്യൂബ് പ്രസ് ചെയ്യാം. റൊട്ടേറ്റ് 90 ഡിഗ്രി 90 ഉണ്ട്. അപ്പം എമ്മോ പ്രസ് ചെയ്ത് കൺട്രോൾ എമ്മോ പ്രസ് ചെയ്ത് ജസ്റ്റ് സാമ്പിൾ ഉണ്ടാക്കുക. അപ്ലൈ ക്ലിക്ക് ചെയ്തിട്ട് കറക്റ്റ് ഒരു പോയിന്റ് കൊടുക്കാം. ഇത്ര വേണ്ടിയല്ല, ഒരു 2 സെൻറ്റി താഴോട്ട് പുഷ് ചെയ്യാണ്. അതുപോലെ തന്നെ മുകളിലോട്ട് 2 സെൻറ്റി
പുഷ് ചെയ്യാം. ഓൾറൈറ്റ് ആയിട്ട് then ഗ്രൂപ്പ് ചെയ്യാം. Ctrl G then make component one ലൈറ്റിൻ്റെ അതായത് ലൈറ്റ് ലൈറ്റ് ടൈപ്പ് ചെയ്യാം then create. ഓക്കെ, പ്രിന്റ് കൊടുക്കാം. പിന്നെ അത് സ്ഥലത്ത് കൊണ്ടേക്കാം. ഇപ്പോഴത്തെ സൈസ് കുറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് സൈസ് കൂട്ടാം നമുക്ക്. ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഫേസ് സെലക്ട് ചെയ്ത് നമുക്ക് ഒരു 8% ഇവിടെ ആഡ് ചെയ്യണം. അതിനുശേഷം ഈ ഫേസ് ഡബിൾ ക്ലിക്ക് ചെയ്ത് 8% ആഡ് ചെയ്യാം. കുറച്ച് വീതി കൂടിയോ എസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം പ്രസ് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. 0.8 മതി. ഓക്കെ, പിന്നെ പ്രസ് ചെയ്ത് കറക്റ്റ് സെൻറ്റർ കൊടുക്കാം. അതിനുശേഷം പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കൂട്ടി കറക്റ്റ് റെഡ് ഡയറക്ഷൻ തന്നെ വരയ്ക്കാം. രണ്ടുകൂടെ ഗ്രൂപ്പ് ചെയ്യാൻ കുറച്ച്. ഓക്കെ, അതിനുശേഷം സോറി ചെയ്തതിനു ശേഷം ഗ്രൂപ്പ് ചെയ്യാം. കറക്റ്റ് മിഡിൽ പിടിച്ചാൽ മതി. കൺട്രോൾ പ്രസ് ചെയ്ത് കൂട്ടി പിന്നെ പ്രസ് ചെയ്ത് കൂട്ടി. ഓക്കെ, അഗൈൻ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, അതുപോലെ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്യാം, കോപ്പി. ഓക്കെ, then Q പ്രസ് ചെയ്തിട്ട് ഈ ഒരു കറക്റ്റ് ഫേസ് ഡിലീറ്റ് ചെയ്യണം. സോറി ആഡ് ചെയ്താണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ലൈറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം Q പ്രസ് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ വലിച്ചതിന് ശേഷം ക്ലിക്ക് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്യാം. ഇപ്പോൾ കോപ്പി ഒന്നായി. കോപ്പി മൂവ് ചെയ്ത് കറക്റ്റ് കൊണ്ടുവയ്ക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് വീണ്ടും കോപ്പി. ഇത് ഹൈറ്റ് കുറവാട്ടോ. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മുകളിലോട്ട് വരിക്കാം. നമുക്കൊരു 30% കൂടെ വെച്ച്. ഓക്കെ, അതിനുശേഷം അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ നമുക്ക് ലൈറ്റ് കൊടുക്കാൻ വേണ്ടി Q പ്രസ് ചെയ്ത് കറക്റ്റ് ഒരു കോർണറിൽ വരയ്ക്കാം. റൊട്ടേറ്റ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്യുക, കോപ്പി. then പ്രസ് ചെയ്ത് മൂവ് ചെയ്തെടുക്കുക. വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ചെയ്യുക. ഓക്കെ, പിന്നെ ഓൾ ലൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സീലിംഗ് ലൈറ്റ് കൊടുക്കാണ്ട് ഓൾ ലൈറ്റിന് നമുക്ക് ജസ്റ്റ് കളറ് നൽകാം. ഡബിൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഒരു കളറ് ഈ കളറ് ഈ ഒരു കളർ കൊടുത്തിട്ടാണ് ലൈറ്റിന് നമ്മൾ വേറൊരു കളറ് നൽകണം. ഓക്കെ, ഓൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മളാ റൂമിൽ പോയിട്ട് MSC ആക്കുമ്പോൾ ലൈറ്റിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഈ സീലിങ്ങിൽ ലൈറ്റ് കൊടുക്കാം. പിന്നെ C പ്രസ് ചെയ്യാം. ദെൻ എൻ്റർ ഗ്രൂപ്പ് ചെയ്യുക. കൺട്രോൾ G പുഷ് ചെയ്യുക. സോറി P പ്രസ് ചെയ്തിട്ട് 1 സെൻറ്റ്. F പ്രസ് ചെയ്യുക 1 സെൻറ്റ്. എൻ്റർ P പ്രസ് ചെയ്തിട്ട് ഒരു 0.3 സെൻറ്റ്. എൻ്റർ. അതിനുശേഷം കൺട്രോൾ A ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇതാണ് ഈ ഒരു കളറിൽ നിന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്തിട്ട് മാച്ച് ടൂൾ ക്ലിക്ക് ചെയ്യുക. ദെൻ മാച്ച് ചെയ്യുക. മേക്ക് കമ്പോണന്റ് ചെയ്യുക. സീലിംഗ് ലൈറ്റ് CL. ഓക്കെ, ദെൻ സൈസ് കുറവുള്ള പോലെ കുറച്ചൊരു സൈസ് കൂട്ടാം. 1.6
ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്റർ കറക്റ്റ് സെൻറ്റർ ആണ്. അതിനുശേഷം എം പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കറക്റ്റ് കോപ്പി ചെയ്തെക്കുക. ഇതിൽ കൺട്രോൾ പ്രസ് ചെയ്യാം. രണ്ടും ഗ്രൂപ്പ് കൺട്രോൾ ഇതിനൊക്കെ ഭയങ്കര സൈസായി പോയിട്ടോ, സോറി. പഴയ സൈസ് തന്നെ മതിയായിരുന്നു. ഓക്കെ, ഈ സൈസ് തന്നെ മതി കേട്ടോ. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ഗ്രൂപ്പ് ചെയ്യുന്ന കൺട്രോൾ സെലക്ട് ചെയ്ത് റൈറ്റ് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി 10/2. ഓക്കെ, പിന്നെ പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ഉള്ളിലോട്ട് മൂവ് ചെയ്യാം. കൺട്രോൾ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി 2. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി കറക്റ്റ് ഈക്വൽ ചെയ്ത് ഡയമെൻഷനും കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ. അതിന് ടി പ്രസ് ചെയ്തിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യുക. പക്ഷെ അതുപോലെ തന്നെ ഇവിടെ ടി പ്രസ് ചെയ്ത് കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് പോയിന്റിൽ മൂവ് ചെയ്ത് വെക്കാനൊക്കെ പറ്റുമോ. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യണില്ല. ഇവിടെ ലൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ ലൈറ്റ് കൊടുക്കണമെന്നില്ല. കൊടുക്കാം. പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കോപ്പി മൂവ് ചെയ്യുക. പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കോപ്പി കൺട്രോൾ പ്രസ് ചെയ്യുക. കോപ്പി പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി again control press ചെയ്ത് കോപ്പി. ഇപ്പോൾ സീലിങ്ങിൻ്റെ ലൈറ്റ് ആയിട്ടുണ്ട്. ലൈറ്റ് വേറെ കൊടുക്കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ഇവിടെ ഗാർഡൻ കൊടുക്കാം. റെക്ടാങ്കിൾ ആർ പ്രസ് ചെയ്യാം. ജസ്റ്റ് ഗ്രൂപ്പ് ചെയ്യാം. ഈ പ്രസ് ചെയ്യാം. 5 cm എൻ്റർ. ജസ്റ്റ് പ്രസ് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് ലൈനിൽ സെലക്ട് ചെയ്തതിനു ശേഷം 8 cm എൻ്റർ. പി പ്രസ് ചെയ്തിട്ട് 4 cm എൻ്റർ. ഓക്കെ, അതിനുശേഷം കറക്റ്റ് മാച്ച് ചെയ്യാം. ഈ ബോർഡ് തന്നെ കൂടെ കൊടുക്കുക. ഇതിന് വേണ്ട വേറൊരു കളർ കൊടുക്കാം. അതിലോട്ടൊരു കളർ കൊടുക്കട്ടെ. അതൊരു വേറൊരു കളർ നൽകണം. ഗ്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗ്ലാസ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫൗണ്ടേഷനൊക്കെ നിങ്ങൾ വേറെ കളർ കൊടുക്കണമെങ്കിൽ കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ. ഇപ്പോൾ ട്രെൻഡില്ലല്ലോ. ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നില്ല. അടുത്ത ഈ ഒരു ഭാഗം നമുക്ക് പ്രസ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക. ലൂപ്പ് ചെയ്യുക. എടുത്ത് ലൂപ്പ് അറിയില്ല. എനിവേ ഫേസ് സെലക്ട് ചെയ്തിട്ട് ഇന്റർസെക്റ്റ് ഫേസ് വിത്ത് മോഡൽ കൊടുക്കാം. കൺട്രോൾ സി സെലക്ട് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യുക. എടുത്ത് പേസ്റ്റ് പ്ലേസ്. ലൂപ്പ് ചെയ്യുക. കൺട്രോൾ ജി. എഡിറ്റ് ഗ്രൂപ്പ് പുഷ് ചെയ്യുക. കറക്റ്റ് ചെയ്ത് ഈ ഒരു ലൈന് രണ്ട് സെലക്ട് ചെയ്യാം. എഫ് പ്രസ് ചെയ്തിട്ട് 8 cm എൻ്റർ. പി പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് ഔട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം മാച്ച് ടൂൾ എടുത്തിട്ട് മാച്ച് ചെയ്യാം. ഈ ഒരു ഫേസ് ഇതുപോലെ മാച്ച് ടൂൾ എടുത്തിട്ട് കൊടുക്കാം.
അതുപോലെയുണ്ട്. ഓക്കെ, എനിത്തിങ് എൽസ്? നമ്മൾ ഡിസൈൻ ആയിട്ടുണ്ട്. നമുക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം, അതുപോലെ ലൂമിയോൾ എങ്ങനെ റെൻഡർ ചെയ്യാമെന്ന് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ട് ഡിസൈന് അഡീഷൻ ഒന്നും ചെയ്യണില്ല, നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു. പിന്നെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ലൂമിയോൾ ഓപ്പൺ ചെയ്യാം. ലൂമിയോളിലേക്ക് ലൈവ് സിങ്ക്രോണൈസ് എന്ന് പറഞ്ഞൊരു RBZ ഫയലാണ്, എക്സ്റ്റൻഷനാണ്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷനിൽ പോയിട്ട് എക്സ്റ്റൻഷൻ മാനേജറിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ RBZ ഫയൽ എവിടെയാണ് ചിലപ്പോൾ ഡൗൺലോഡ്സിലായിരിക്കും. അപ്പോൾ ഈ ഇൻസ്റ്റാൾ എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡൗൺലോഡ്സ് പോയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടൂൾ ബാറിൽ വരുന്നതായിരിക്കും. ഓക്കെ, അതൊക്കെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പം നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഒരു ചെറിയൊരു കാര്യം കൂടി, നമുക്ക് ഈ ലൈറ്റ് ഇതിൽ കൊടുക്കുക, സ്റ്റെയർ കേസിൻ്റെ സ്ലാബിൽ കൊടുക്കുക വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ കാരണം നമുക്ക് എഡിറ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. കാരണം എന്തെങ്കിലും ഐഡിയ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഐഡിയ ചെയ്യാൻ പറ്റും. അല്ല സെപ്പറേറ്റ് ആണ് ചെയ്യുന്നുണ്ട്, കുറേ റിസ്ക് ആണ് ഞങ്ങൾ ചെയ്യാൻ, വർക്ക് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി അതുപോലെ ചെയ്യട്ടോ. അപ്പോൾ താഴെ ചെയ്ത പോലെ തന്നെ കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ താഴെ എങ്ങനെ നമ്മൾ കോപ്പി ചെയ്യുന്നത്. നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് കോപ്പി, then by 2. ഓക്കെ, സംഭവം കോപ്പി ചെയ്യാൻ നമുക്ക് പ്രസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രസ് ചെയ്ത് ഓക്കെ. ഞാൻ റിയർ സൈഡ് ഞാൻ ചെയ്യണില്ല, ബാക്ക് സൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെങ്ങനെ റെൻഡർ ചെയ്യാമെന്നാണ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് എന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.